നായപ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ അനന്തപുരി കനൈൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ആൾ കേരള ഓപ്പൺ ഡോഗ് ഷോ. ബീഗിൾസ്, ഗോൾഡൻ റിട്രീവേഴ്സ്, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോറുകൾ എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലെ നായ്ക്കളുടെ ഒരു നീണ്ട നിര മത്സരത്തിനുണ്ടായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 30 ഇനങ്ങളിൽ നിന്നുള്ള 250ഓളം നായ്ക്കളെയാണ് ഷോയ്ക്കായി ഇവിടെ എത്തിച്ചിരുന്നത്. ഡെയിലി മീറ്റാണ് കൊടുക്കുന്നത്, ചിക്കനാണ് കൊടുക്കുന്നത്. 2 നേരം ഫീഡ് ചെയ്യും, ഒരു നേരം ഡ്രൈ ഫുഡും ഒരു നേരം ചിക്കൻ വിത്ത് റൈസ്, എഗ് ബോയിൽ ചെയ്തും എല്ലാം കൊടുക്കാം. പിന്നെ ആൾറെഡി എല്ലാ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കറക്റ്റ് ഡിവോമിങ്ങോ ആണെങ്കിൽ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല, ഹോസ്പിറ്റലിലാവത്തില്ല. ഒരേ ഫീഡിങ് ആണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. ആളുകളുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്, ഗാർഡിങ് പർപ്പസിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഹെവി സൈസ് ഡോഗ് ആയതുകൊണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലിയാണ്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും. കുട്ടികളുടെ അടുത്ത് വലിയ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒരു ഡോഗാണ്. വിവിധ കാറ്റഗറികളിലായി നടന്ന മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച നായ്ക്കൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. ഇതിന്റെ പേര് ഐസ് എന്നാണ്, ശിവാവ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് മെക്സിക്കോ ആണ് ഇവരുടെ ഒറിജിനൽ. പിന്നെ നമ്മള് വീട്ടിലും ഫ്ലാറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. പിന്നെ ചില അഗ്രഷൻ വീട്ടിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ നല്ല ഹാൻഡിൽ പറ്റും. മുന്നേ ബ്രീഡാ ഉള്ളിലാണ് വളർത്തുന്നത്. ഫ്ലാറ്റിലൊക്കെ കൊണ്ട് വളർത്താം. ഇത്ര വലുതാവുള്ളൂ, ഇത്ര അല്പം വരുള്ളൂ. വളരെ ഫസ്റ്റ് ഷോ ആണ്. ആഹാരം സാധാ എല്ലാ ഫുഡും. മത്സരിക്കാനെത്തി കാണികളെ കണ്ട് നാണത്തോടെ പിന്മാറിയവർ മുതൽ റാമ്പിൽ ചൂട് വെച്ച് തിളങ്ങിയവർ വരെ കാണികളുടെ പ്രശംസ ഏറ്റുവാങ്ങി. The next one, Dashan, come on, clap. Beautifully presented by the kid. Look at the dog. Dog വളരെ ഹാപ്പിയാണ്. കണ്ടോ, ഇതാണ് വേണ്ടത്. ഹാപ്പി ആയിരിക്കുക രണ്ടുപേരും, ഡോഗും ഓണർ ഹാൻഡറും. This is what we want. Wow, beautiful. And stuff. ഈ ബ്രീഡ് വന്നിട്ട് ഗ്രേറ്റ് 9 ആണ്. ഇത് ജർമ്മൻ ആണ് ഇതിന്റെ സ്വദേശം. ഇപ്പം ഇതിൽ തന്നെ അമേരിക്കനും യൂറോപ്പിനും എല്ലാ ലൈൻസും വരുന്നുണ്ട്. ഇത് പക്ക അമേരിക്കൻ ബ്രീഡാണ്, ഗ്രേറ്റ് 9. ഇതിപ്പം ഒന്ന് 6 മാസം, ഒന്ന് 9 മാസമാണ് ഏജ്. ഇതിൽ ഒരു 1-1.5 വയസ്സ് വരെ നമ്മൾ ഇതിന്റെ ഗ്രോത്ത് ഉണ്ട് ഇതിന്. അത് ഒരു ടോട്ടലി ഒരു 2 ഇയർ ആകുമ്പോഴാണ് ഇതിന്റെ ഫുൾ മെച്യൂരിറ്റി വരുന്നത്. ഇതിന്റെ ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു 2 ടൈംസ് ആണ്. ഒരു 7 മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 2 ടൈംസേ ഫീഡ് ചെയ്യാറുള്ളൂ. റോ മീറ്റ് ഫീഡ് ചെയ്യുന്നവരും ഉണ്ട്, കുക്ക്ഡ് ചിക്കൻ ഫീഡ് ചെയ്യുന്നവരും ഉണ്ട്. മെയിൻ്റെനൻസ് സപ്ലിമെന്റ്സ് ഒക്കെ ഒത്തിരി കൊടുക്കാനുള്ള കാര്യമാണ്. കാരണം ഇത് ഹ്യൂജ് ഡോഗാണ്. അറൗണ്ട് ഒരു 80 kg ഒക്കെ, ഫുൾ അഡൾട്ടിന് 80 to 90 kg ഒക്കെ വരും. ഒരു 30-35 സെൻറ്റിമീറ്റർ പ്ലസ് ഹൈറ്റ് ഒക്കെ വരും. സോ അതിൽ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ്സ് ആണ്. അതിന് ബോൺ സ്ട്രോങ് ആകാനായിട്ട് ഗ്ലൈക്കോയുടെ ഒക്കെ സപ്ലിമെന്റ് കൊടുക്കേണ്ടി വരും. അഗ്രഷൻ ഒന്നുമല്ല, നല്ല ജെന്റിലാണ് ആള്. ജെന്റിൽ ഡെയിൻസ് എന്നാണ് ഇതിന്റെ പറയപ്പെടുന്നത് തന്നെ. കാരണം അവർക്ക് അഡൾട്ടിനെ ആയാലും കുഞ്ഞുങ്ങളായാലും കറക്റ്റായിട്ട് അത് തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യാൻ അതിനറിയാം. വളരെ കുഞ്ഞൻ നായ്ക്കുട്ടി മുതൽ കൂറ്റൻ റോഡ്വീലർ വരെ ഡോഗ് ഷോയിൽ മാറ്റുരച്ചു. 34, 35 and 36. Beagle Open Class Bitch, exhibit number 30, 34, 35 and 36. The next is what qualities നോടുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ യങ് ഏജിൽ തന്നെ, ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുകുട്ടി ഷോ ചെയ്യുന്നില്ലേ, അതുപോലെ ആ കുട്ടികളിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവണം. Just clap everyone. Calling all Beagle Open Class exhibitors to please be ready. The exhibit numbers are 30, 31, 32, 33, 34, 35 and 36. Beagle Open Class Bitch. Come on everyone, you should clap loudly to show your appreciation for the performer. Please, എല്ലാവരും ഒന്ന് clap ചെയ്യോ. എന്ത് മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. This is the best example for the perfect cool handling. Just enjoy the handling, just enjoy the moment. There is no pass, there is no press moment അല്ലെങ്കിൽ സ്ലോ മൊമെന്റ് അല്ല. ഡോഗിന്റെ മൂവ്മെന്റിലുള്ള എന്തെങ്കിലും ലിമ്പിംഗ് ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെയാണ് ഡോഗിനെ നോക്കുന്നത്. അത് ഇറ്റ് ഈസ് കം ടു ദ ബ്രീഡ് സ്റ്റാൻഡേർഡ്. എന്നാൽ മാത്രമേ ഡോഗിനെ ചൂസ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദ ഫാസ്റ്റ് മൂവ്മെന്റ് ആൻഡ് ദ സ്ലോ മൂവ്മെന്റ് ആൻഡ് ദ ജമ്പിംഗ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് വെരിഫൈ ദ beautification dog and the perfect movement. If the dog doesn't have any limping and all, they're just watching the proper movement. And now the handlers are doing the hand stacking. There are 2 types of handling. One is hand stacking and second one is free stacking. The free stacking, normally the Labrador Retriever
and Doberman, a couple of breeds is doing. The Beagle is normally people are doing the hand stacking. Normally, സാധാരണയായി ബീഗിളിൽ ചെയ്യുന്നത് ഹാൻഡ് സ്റ്റാക്കിംഗ് ആണ്. അന്താരാഷ്ട്ര ഡോഗ് ഷോ ജഡ്ജിമാരായ മലേഷ്യയിൽ നിന്നുള്ള ഡെറിക്സിയോ, ഡൽഹിയിൽ നിന്നുള്ള ശരത് ശർമ്മ എന്നിവരാണ് മത്സരം വിലയിരുത്തി വിജയികളെ പ്രഖ്യാപിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന് പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു വനിതാ ഹാൻഡ്ലർ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. സാധാരണയായി പുരുഷ മേധാവിത്വമാണ് ഈ ഹാൻഡ്ലിംഗ് രംഗത്ത് കണ്ടുവരുന്നത്. എന്നാൽ അതിൽ നിന്നും വിരുദ്ധമായി ഒരു പ്രത്യേക വനിതകൾക്ക് മാത്രമായിട്ടൊരു ഹാൻഡ്ലിംഗ് മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള ഹാൻഡ്ലിംഗ് മത്സരം ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇതിൽ ആവേശകരമായി കുട്ടികൾ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് കൂടാതെ ലാബ്രഡോർ, ഡാഷൻ, റോട്ട്വീലർ, ബീഗിൾ എന്നീ നായിനങ്ങൾക്കായി പ്രത്യേക ട്രോഫി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പങ്കാളിത്തവും നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താരപരിവേഷത്തിൽ ഗ്ലാമർ ഒട്ടും വിടാതെ കുഞ്ഞൻ മിനിയേച്ചർ പിൻച്ചർ മുതൽ വമ്പന്മാർ വരെ റാമ്പിൽ അണിനിരുന്നു. അല്ലാതെ തന്നെ ഫ്രീ സ്റ്റാക്കിംഗ് ചെയ്യുന്ന ലാബ്രഡോർ അതുപോലത്തെ ബ്രീഡൊക്കെ ആണെങ്കിൽ ഫ്രീ സ്റ്റാക്കിംഗ് നോർമലി ചെയ്യും. ഗോട്ട് ദ പോയിന്റ്. So come to the point. The confirmation show title. The audience, please clap. Audience, we need your support. Please clap again. Brave, support it. Yes, wonderful. And thank you for showing. അനന്തപുരിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൊമെന്റ് ആണ് കടന്നു പോകുന്നത്. ആരും വെറുതെ ഇരിക്കരുത്, എല്ലാവരും ക്ലാപ്പ് ചെയ്യുക. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്നത്. നോക്കി, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. Look at that. How easy he is handling. Shih Tzu. Again, clap. We need clap support. They need to have a different judge for the 4cc to get a champion. ഒരു ഡോഗിന് ചാമ്പ്യൻ ആവാൻ 4cc വേണം. അത് ഡിഫറെന്റ് ജഡ്ജ് തന്നെ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാണിക്കുന്ന ജഡ്ജ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് CC സർട്ടിഫിക്കറ്റിൽ വാലിഡിറ്റി ഉണ്ടാവില്ല. They can increase the CC number of CCs. There is no worth it, but you should show the different judges from the different CC. Otherwise, the dog cannot be a champion. You got my point? So after that, ഒരു ഡോഗ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ഡോഗ് ടു ബി എൻറ്ററിങ് ദ ചാമ്പ്യൻ ക്ലാസ്. ചാമ്പ്യൻ ക്ലാസ്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒരു ഡോഗ് ചാമ്പ്യൻ ആയി. ചാമ്പ്യൻ ക്ലാസ്സിൽ സെയിം ഒരു എൻട്രീസ്, ഒരു 10+ ഡോഗ്സിൻ്റെ എൻട്രീസ് ഉണ്ടാവാം. ഈ ചാമ്പ്യൻ ഡോഗിൽ ഒരു ബെസ്റ്റ് ഓഫ് ബ്രീഡ് ചൂസ് ചെയ്യും. എന്ന് പറയുന്ന ആ 10 ചാമ്പ്യൻ ഡോഗിൽ ഏറ്റവും ബെസ്റ്റ് ബ്രീഡ് ഏതാണ്, ബെസ്റ്റ് ഡോഗ് ഏതാണ്, they will get it best of breed certificate. After they will go in the last lineup. Now they are doing the hand stacking, presenting that in front of the judge. ജഡ്ജിന്റെ മുന്നിൽ ഹാൻഡ് സ്റ്റാക്ക് ചെയ്ത് കാണിക്കുന്നത്. ജഡ്ജ് പ്രധാനമായിട്ടും വെരിഫൈ ചെയ്യുന്ന 42 ബൈറ്റ്സ്, 42 ബൈറ്റ് ഉണ്ട്. ഇനം, ആകൃതി, ജനിതക സവിശേഷതകൾ, ഇണക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാണ് മികച്ച നായ്ക്കളെ കണ്ടെത്തിയത്. ഇന്ത്യൻ ഇനമായ രാജപാളയം കൂടാതെ സൈബീരിയൻ ഹസ്കി, പഗ്, ഷിറ്റ്നു എന്നിവർക്കും താരപ്പകിട്ട് ഏറെയായിരുന്നു. കുട്ടികളും മുതിർന്നവരുമടക്കം 4000-ഓളം ആളുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി മാറി. വാർത്താ കേരളം, തിരുവനന്തപുരം.